ഹായ് എവരി വൺ, ഞാൻ നിങ്ങളുടെ സ്വന്തം സൂര്യതിലക് ഗണേഷ്. പ്രതിച്ഛായ ഓർ ഇമേജ് ഒരു ചെറിയ റിവ്യൂ ആണ് പറയാൻ പോകുന്നത്. ഡയറക്ടർ ഉണ്ണികൃഷ്ണൻ ബി, പ്രൊഡ്യൂസേഴ്സ് ഗോകുലം ഗോപാലൻ സാർ ആൻഡ് RD ഇലുമിനേഷൻസ് LLP. ഈ മൂവി കാണുന്നതിന് മുമ്പ് ഞാൻ കുറേ റിവ്യൂസ് കണ്ടു. എല്ലാം വളരെ നെഗറ്റീവ് റിവ്യൂസ് ആയിരുന്നു. എന്നിട്ടും ഞാൻ ഈ സിനിമ കാണാൻ പോയി. അതിനൊറ്റ കാരണം, ഇതൊരു പൊളിറ്റിക്കൽ ഫിലിം ആയതുകൊണ്ട് മാത്രം. സിനിമ കണ്ട് ഒരു 5 മിനിറ്റ്സ് 10 മിനിറ്റ്സ് ആയപ്പോൾ തന്നെ എനിക്ക് കാര്യം മനസ്സിലായി. ഈ പറഞ്ഞ നെഗറ്റീവ് റിവ്യൂസ് എല്ലാം തെറ്റാണ്. പടം സൂപ്പർ. ഫസ്റ്റ് കുറച്ച് നേരത്തിൽ തന്നെ നമ്മളെ ഇവർ ഹൂക്ക് ചെയ്ത് പടത്തിനകത്തോട്ട് കൊണ്ടുപോയി. വേറൊരു വേൾഡിനകത്ത് പോയത് പോലെ എനിക്കൊരു ഫീൽ വന്നു. ബാലചന്ദ്രൻ മേനോൻ സാർ എന്തുകൂട്ട പോട്ടുകൂട്ട, സൂപ്പർ സാർ. സാറിനെ വീണ്ടും കാണാനുള്ളൊരു ഭാഗ്യം കിട്ടി. ഈ സിനിമ ആദ്യം ഒരു ബാർ കോഴ കേസ് ഇതുപോലത്തെ കുറേ റെഫറൻസസ് ആയിട്ട് ഈ സിനിമ അകത്തോട്ട് കയറും. പിന്നെ പല ക്യാരക്ടേഴ്സ് ഇതിനകത്ത് ഇൻട്രൊഡ്യൂസ് ആവുന്നുണ്ട്. പിന്നെ നെവിൻ പോളി ചേട്ടൻ ആദ്യം വളരെ കാഷ്വലായിട്ട് ഒരു ടീഷർട്ടും പാൻസും ഒക്കെ ഇട്ട് ഒരു കോളേജ് ബോയ് സ്റ്റൈലിൽ വരും. പിന്നെ ഒരു കംപ്ലീറ്റ് ട്രാൻസ്ഫോർമേഷൻ, മുണ്ടും ഷർട്ടും ഒക്കെ ഇട്ടൊരു ട്രാൻസ്ഫോർമേഷൻ. പിന്നെ ഒരു കാര്യമുണ്ട്, ഇതിൽ സാധാരണ പൊളിറ്റീഷ്യൻസ് ഇടുന്നത് വൈറ്റ് ആൻഡ് വൈറ്റ് ആണ്. പക്ഷേ നെവിൻ പോളി ചേട്ടൻ വരുമ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയി പോകും, ബ്ലാക്ക് ഷർട്ടാണ്. അതിന് പുള്ളി ഒരു കാരണവും പറയുന്നുണ്ട് ഇതിനകത്ത്. നല്ല സീനാണത്. അത് പുള്ളി പറയും, ജേർണലിസ്റ്റ് ചോദിക്കും പുള്ളിയെടുത്ത്, ഇതുപോലെ എന്തുകൊണ്ടാണ് നിങ്ങൾ ബ്ലാക്ക് ഷർട്ട് ഇടുന്നതെന്ന് ചോദിക്കുമ്പോൾ പുള്ളി പറയും, ബ്ലാക്ക് ഷർട്ട് അതിനൊരു കാരണമുണ്ട്, അത് നിങ്ങൾക്ക് പിന്നെ മനസ്സിലാവും എന്ന് പറയും. അത് തന്നെയാണ് ഈ സിനിമ. പിന്നെ നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ മനസ്സിലാവും. പടം റിയലി സൂപ്പർ. ജസ്റ്റിൻ സാറിൻ്റെ മ്യൂസിക്, BGMs വണ്ടർഫുൾ. ഫസ്റ്റ് ഒരു പാട്ടേ ഉള്ളൂ ഇതിനകത്ത്. പക്ഷേ ആ പാട്ട്, ഫസ്റ്റ് പാട്ട്, ആ പാട്ട് തന്നെയാണ് ഉള്ളൂ. പക്ഷേ ആ പാട്ട് സൂപ്പറായിരുന്നു. സൂര്യൻ അസ്തമിച്ചു എന്ന് പറഞ്ഞൊരു പാട്ടാണ്. വളരെ നമ്മളെ ഇമോഷണലായിട്ട് കൊണ്ടുപോകുന്നൊരു പാട്ടായിരുന്നു അത്. പിന്നെ ജനനായകനെ എന്ന് പറഞ്ഞൊരു മ്യൂസിക്, BGMs സൂപ്പർ. പിന്നെ ഇത് എടുത്തിരിക്കുന്ന സിനിമാറ്റോഗ്രാഫർ ചന്ദ്രു സെൽവരാജ് സർ, സൂപ്പർ സർ. സാറിൻ്റെ ക്യാമറ വളരെ നന്നായിരുന്നു. അതായത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫ്രണ്ടിലുള്ള ആളെ മെയിനായിട്ട് കാണിക്കുകയാണെങ്കിൽ പുള്ളിയെ കാണിച്ചിട്ട് ബാക്കിലുള്ള ആളെ ബ്ലർ ചെയ്ത് ഈ ബ്ലറിങ്ങും ഇതും മാറ്റി കാണിക്കുന്ന ഒരു സ്റ്റൈലാണ്. വളരെ നല്ലൊരു സ്റ്റൈലായിരുന്നു അത്. പിന്നെ നെവിൻ ചേട്ടൻ്റെ കുറേ ഡയലോഗ്സും ഇവർ രണ്ടുപേരും സംസാരിക്കുന്ന സീൻസുമാണ് എൻ്റെ ബെസ്റ്റ് സീൻസ്. അതിലൊന്ന് എടുത്ത് പറയുകയാണെങ്കിൽ നമ്മുടെ ബാലചന്ദ്രൻ മേനോൻ സർ പറയുന്നൊരു സീനുണ്ട്. നെവിൻ പോളി ചേട്ടൻ ചോദിക്കും, അച്ഛൻ ഇത്രയും തെറ്റ് ചെയ്തിട്ട് എങ്ങനെ അച്ഛന് ഉറങ്ങാൻ പറ്റുന്നു എന്ന് ചോദിക്കുമ്പോൾ പുള്ളി പറയും, തെറ്റുകൾ മാത്രമല്ലല്ലോ, ഞാൻ ശരികളും ചെയ്യാറില്ലേ. ശരികൾ ചെയ്തിട്ട് ഞാൻ കിടക്കുമ്പോൾ ഞാൻ ചെയ്ത ശരികൾ ഓരോന്നായി ഓർക്കും. 1 2 3 ഞാനങ്ങ് ഉറങ്ങും. ഇതുപോലത്തെ സൂപ്പർ സീൻസൊക്കെ അതിനകത്തുണ്ട്. പിന്നെ നമ്മുടെ ഹരിശ്രീ അശോകൻ ചേട്ടൻ വളരെ സീരിയസ് ആയിട്ടൊരു റോള്, ഒരു കണ്ണിങ് ആയിട്ട് റോൾ ചെയ്തിട്ടുണ്ട്. വളരെ ഡിഫറൻ്റ് ആയിട്ട്, അതായത് ഇതുവരെ പുള്ളിക്കാരൻ ചെയ്തിട്ടില്ലാത്തൊരു റോളാണ്. നല്ല രസമുണ്ടത്. പിന്നെ എടുത്തു പറയാനുള്ളത് മണിയമ്പിള്ള ചേട്ടൻ. കൂടുതൽ ഡയലോഗ്സ് ഒന്നും ഇല്ലെങ്കിലും പുള്ളിയുടെ ഫേസ് ഒരു പ്രസന്നതയുള്ളൊരു ഹാപ്പി ഫേസാണ്. നല്ല മെലിഞ്ഞിട്ടാണ് ഇരിക്കുന്നത് പുള്ളി. ഇപ്പോൾ കാണാൻ നല്ല രസമുണ്ട്. പിന്നെ ഇതിൽ ഹീറോയിൻസ് വലുതായിട്ടില്ലെങ്കിലും നെവിൻ ചേട്ടൻ്റെ അമ്മയായിട്ട് അഭിനയിച്ച ലേഡി, പുള്ളിക്കാരി നന്നായിട്ട് ചെയ്യുന്നു. ഇടയ്ക്ക് കുറച്ച് സ്റ്റാർട്ടിങ്ങിൽ ഇച്ചിരി ഡ്രാമാറ്റിക് ആയിട്ട് വന്നെങ്കിലും അതതിൽ സൂട്ടായി. ലാസ്റ്റ് വരെ നന്നായിട്ട് കൊണ്ടുപോയിട്ടുണ്ട്. സബിത ആനന്ദ് മാം നന്നായിട്ട് ചെയ്തിട്ടുണ്ട് മാം. പിന്നെ അത് കഴിഞ്ഞ് നീതു ജോസഫ്, നെവിൻ ചേട്ടൻ്റെ വൈഫായിട്ട് അഭിനയിച്ചത് കൊള്ളാം. പിന്നെ ആൻ അഗസ്റ്റിൻ, നമ്മുടെ പഴയ റെഫറൻസസ് ആയിട്ട് നമ്മുടെ സരിത കേസാണ് ഇവരിതിൽ കാണിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. എനിക്ക് അതാണ് ഫീലായത്. സരിത കേസിൻ്റെ കുറേ ഇഷ്യൂസായിട്ട് ആൻ അഗസ്റ്റിൻ മാം വരുന്നുണ്ട്. വളരെ ഭംഗിയായിട്ട് ഇമോഷണലായിട്ട് തന്നെ, സീരിയസ് ആയിട്ടും ഇമോഷണലായിട്ട് തന്നെ ഈ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പിന്നെ പുള്ളി അച്ഛനും മോനും തമ്മിലുള്ള കുറേ സീൻസും ഡയലോഗ്സും വണ്ടർഫുൾ. പിന്നെ എനിക്ക് ഈ മൂവിക്കകത്ത് ഇഷ്ടപ്പെട്ട ഒരു സീൻ, വൺ ഓഫ് മൈ ഫേവറേറ്റ് സീൻസ്, നെവിൻ പോളി ചേട്ടനടുത്ത് നമ്മുടെ ബാലചന്ദ്രൻ മേനോൻ സാർ പറയും, കോഴ വാങ്ങിക്കാനും ഒരു നേക്ക് വേണോടാ. നല്ലൊരു സീനായിരുന്നു അത്. പിന്നെ നമ്മുടെ ഷറഫുദ്ദീൻ ഖാൻ, വില്ലനെങ്കിൽ പക്കാ വില്ലൻ, നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പുള്ളിക്കാരൻ കൂടുതൽ ഡയലോഗ്സ് ഒന്നുമില്ല, പക്ഷേ
പറയുന്ന ഡയലോഗ്സ് നന്നായിട്ട് പവർഫുള്ളായിട്ട് തന്നെ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു IT വില്ലൻ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് എനിക്ക് നെഗറ്റീവ് അല്ല, പക്ഷേ എനിക്ക് അത്ര ശരിയായില്ല എന്ന് തോന്നിയ ഒരു കാര്യം, നമ്മുടെ നെവിൻ പോളി ചേട്ടൻ്റെ ബ്രദറായിട്ട് അഭിനയിച്ച നിഷാന്ത് സാഗർ സാർ, പുള്ളിക്കാരൻ്റെ റോള് അതിൽ പുള്ളിക്കാരൻ എന്ത് കഷ്ടം നോക്കി എന്നെ എങ്ങോട്ട് ബുദ്ധിമുട്ടിക്കുന്നു, എന്ത് കഷ്ടം. ഇത് പുള്ളി കുറേ റിപ്പീറ്റ് ചെയ്ത് കുറേ പറയുന്നുണ്ട്. ഇത് അതിനകത്ത് സൂട്ടാവും ചോദിച്ചു കഴിഞ്ഞാൽ സൂട്ടാവുന്നുണ്ട്, എന്നാലും കുറച്ചൊരു ശരിയാവാത്ത പോലെ എനിക്ക് തോന്നി. പിന്നെ ഈ പടത്തിലെ ബെസ്റ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ കാസ്റ്റിംഗ് ആണ്. സെക്കൻഡ് ഇതിൻ്റെ മ്യൂസിക്കാണ്. പിന്നെ ഈ എടുത്തിരിക്കുന്ന സ്റ്റൈലും ഒരു വ്യത്യസ്ത സ്റ്റൈൽ തന്നെയാണ്. നമ്മൾ ഈ പടത്തിനെ പോലെ തന്നെ കുറേ പടങ്ങൾ കണ്ടിട്ടുണ്ട് നേരത്തെ, വാഴുന്നോർ അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ ഡ്രാമാസ് കുറേ നമ്മൾ കണ്ടിട്ടുണ്ട്. നെഗറ്റീവ് റിവ്യൂസിലൊക്കെ പറയുന്ന അതാണ്, ഇത് കുറേ ക്ലീഷേ പടമാണ്, കുറേ പൊളിറ്റിക്കൽ ഡ്രാമ എടുത്ത് തന്നെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ എന്നാലും വളരെ വ്യത്യസ്തമായിട്ട് തന്നെ ഈ പടം പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ മൂവിയിൽ നിഷാന്ത് സാഗർ സാറിൻ്റെ വൈഫായിട്ട് അഭിനയിച്ച മാം, പുള്ളിക്കാരിക്ക് ഡയലോഗ്സ് ഇല്ല, പക്ഷെ പുള്ളിക്കാരി പറയുന്ന ആദ്യം ഒരു മൊത്തത്തിൽ ഒരു ഫേഷ്യലായിട്ട് തന്നെയാണ് കാണിക്കുന്നത്. അത് നന്നായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ ബ്രദറും മെൻറ്ററും ഫ്രണ്ടുമായ മുരളി ചേട്ടൻ ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഞാൻ ഈ സിനിമ കണ്ടതിന് ശേഷമാണ് അത് ശ്രദ്ധിച്ചത്. സൂപ്പർ ചേട്ടാ. മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഈ സിനിമ വളരെ വണ്ടർഫുൾ ഫിലിമാണ്. എന്തായാലും നിങ്ങൾ തിയേറ്ററിൽ പോയി തന്നെ കാണണം. ഒരു പൊളിറ്റിക്കൽ ഡ്രാമ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും, മൊത്തത്തിൽ ഒരു ഫാമിലി പേഴ്സണ് തീർച്ചയായിട്ടും ഈ ഫിലിം ഇഷ്ടപ്പെടും. എല്ലാ ഏജ് ഗ്രൂപ്പ്സിനും ഈ ഫിലിം കാണാൻ പറ്റും. തീർച്ചയായിട്ടും ഈ ഫിലിം പോയി കാണുക, തിയേറ്ററിൽ തന്നെ പോയി കാണുക. ലാൽ സലാം.